റളിയല്ലാഹു തആല അൻഹാക്ക് ഒരു ജ്യേഷ്ഠത്തിയുണ്ട്, അസ്മാ റളിയല്ലാഹു അൻഹ. അസ്മാ റളിയല്ലാഹു അൻഹാനെ കല്യാണം കഴിച്ചത് സുബൈർ റളിയല്ലാഹു അൻഹുവ. കല്യാണം കഴിഞ്ഞ് അസ്മാ റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോ അപ്രതീക്ഷിതമായ ഒരു അസുഖം പിടിച്ച് സുബൈർ റളിയല്ലാഹു അൻഹു മരിച്ചു പോവുകയാണ്. പിന്നീട് ആ മകനെ പ്രസവിച്ചുമ്മ പൊന്നുപോലെ വളർത്തി. ആ മകന് വേണ്ട സർവ്വ ഉപദേശങ്ങളും ആ മാതാവ് കൊടുത്തു. പക്ഷേ ഇസ്ലാമിക ചരിത്രം പറയുന്നു, കൂടെ അള്ളാന്റെ ഒരു പരീക്ഷണം വീണ്ടും വന്നു. മകൻ വളരുന്നതിനനുസരിച്ച് അസ്മാ റളിയല്ലാഹു അൻഹാന്റെ കാഴ്ച ശക്തി കുറയാൻ തുടങ്ങി. മകനൊരു പൂർണ്ണ യുവാവായി മാറുമ്പോഴേക്കും അസ്മാ എന്ന ഉമ്മയുടെ കണ്ണ് ഒരു സെക്കൻഡ് പോലും ഒന്നും കാണാത്ത അവസ്ഥയിലേക്കായി. ഇസ്ലാമിക ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, സ്വന്തം മാതാവിന് ഭക്ഷണം വാരിക്കൊടുക്കുന്ന അബ്ദുള്ളയെ കണ്ട് സഹാബാക്കൾ കരഞ്ഞിട്ടുണ്ട്. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഉമ്മാക്ക് തട്ടം പിടിച്ച് മറയിട്ട് കൊടുക്കുന്ന അബ്ദുള്ളയെ കണ്ട് സഹാബാക്കൾ വിങ്ങിപ്പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏത് സമയത്തും ഉമ്മാന്റെ കൈ പിടിച്ച് മദീനയിലൂടെ ജീവിക്കുന്ന അസ്മാ റളിയല്ലാഹു തആല അൻഹ, അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ആ ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാമിക ലോകത്ത് യുദ്ധം ആരംഭിക്കുന്നത്. മകൻ അബ്ദുള്ളാനെ അടുത്തു വിളിച്ച് അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മോനെ അബ്ദുള്ള, നീ ആ യുദ്ധത്തിൽ പങ്കെടുക്കണം. അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ, ഞാൻ ആ യുദ്ധത്തിൽ പങ്കെടുത്താൽ പിന്നെ എൻ്റെ ഉമ്മാക്കാരാ? ഉമ്മ ഒരല്പം പരിഹാസത്തോടെ പറഞ്ഞു, മോനെ, പടച്ചോനെ എന്നെ എനിക്ക് തന്നിട്ട് വർഷങ്ങളായിട്ടേ ഉള്ളൂ. അതിനു മുൻപും ഉമ്മ ജീവിച്ചിട്ടുണ്ട്. അതിനു മുൻപും ഉമ്മാക്ക് വായു കിട്ടിയിട്ടുണ്ട്. ഉമ്മ വെള്ളം കുടിച്ചിട്ടുണ്ട്. എൻ്റെ മോനില്ലെങ്കിലും പടച്ചോൻ എന്നെ കാത്തോളും. അവസാനം യുദ്ധത്തിന് പോയി ആ യുദ്ധവുമായി ശത്രുവായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ശത്രുവിന്റെ വെട്ടേറ്റ് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും വാള് തെറിച്ചു വീണു. ശത്രു വാളെടുത്ത് കഴുത്തിന്റെ നേരെ നീട്ടിയപ്പം അബ്ദുള്ള റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ചോടി. വീട്ടിലേക്ക് ഓടിക്കതച്ചു വന്ന മകനോട് ശബ്ദം കേട്ട് അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മോനെ, യുദ്ധം അവസാനിച്ചോ? ഇല്ലുമ്മ. പിന്നെന്തേ നീ തിരിച്ചു പോരാനുള്ള കാരണം? എന്റെ കഴുത്തിന്റെ നേരെ അവൻ വാള് നീട്ടിയപ്പോ ആ വാളിൽ ഞാൻ എന്റെ കണ്ണ് കാണാത്ത ഉമ്മയുടെ മുഖം കണ്ടു. ഞാനെങ്ങാനും മരിച്ചാൽ എൻ്റെ ഉമ്മക്കാരുണ്ട് എന്ന് ചിന്തിച്ചപ്പോ, കണ്ണ് കാണാത്ത എൻ്റെ ഉമ്മ അനാഥമാകുമെന്ന് ചിന്തിച്ചപ്പോ എനിക്ക് മരിക്കാൻ തോന്നിയില്ല ഉമ്മ. ഞാൻ തിരിച്ചോടി പോന്നതാ. അന്ന് വരെ മകനോട് ദേഷ്യപ്പെടാത്ത അസ്മാ റളിയല്ലാഹു തആല അൻഹ വെറുപ്പോടെ മകന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, മോനെ, അള്ളാഹുവിന്റെ സ്വർഗത്തേക്കാൾ എന്തു മോഹിച്ചിട്ടാണ് നീ ആ യുദ്ധക്കളത്തുനിന്ന് തിരിച്ചോടി പോന്നത്? വീണ്ടും നിർബന്ധിച്ച് മകനെ യുദ്ധത്തിന് പറഞ്ഞയക്കുമ്പോ അവസാനം പോകാനിറങ്ങുന്ന മകനെ ഒന്നും കൂടി അസ്മാ റളിയല്ലാഹു അൻഹാക്ക് കെട്ടിപ്പിടിക്കാൻ മോഹം തോന്നി. മകനെ അടുത്തേക്ക് വിളിച്ച് കെട്ടിപ്പിടിച്ച അസ്മാ റളിയല്ലാഹു അൻഹ കെട്ടിപ്പിടിച്ച അതേ സെക്കൻഡിൽ മകനെ ഒരു തള്ളും. നിലത്ത് വീണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചോദിക്കും, ഉമ്മ, നിങ്ങൾ എന്തിനാ എന്നെ തള്ളിയത്? മകന്റെ ശരീരത്തിലെ പടച്ചട്ടയുടെ അളവ് കൈകൊണ്ട് തടഞ്ഞ അസ്മാ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മോനെ, നീ പടച്ചട്ട ധരിച്ചിട്ടുണ്ടോ? ഒരു ഇരുമ്പിന്റെ പടച്ചട്ട ഉമ്മാക്ക് തടഞ്ഞല്ലോ നിന്റെ ശരീരത്തിൽ. ഉണ്ടുമ്മ. എന്തിനാ മോനെ നീ ആ പടച്ചട്ട ധരിച്ചത്? ശരീരമാകെ എന്തിനാ മോനെ നീ അത് ധരിച്ച്? മരണത്തെ ഇത്ര പേടിയാണെങ്കിൽ എന്തിനു മോനെ നിന്റെ വാപ്പയെയും ഉമ്മയെയും പറയിപ്പിക്കാൻ നീ ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടണം? നീ യുദ്ധക്കളത്തിലേക്ക് പോകണ്ട. ഈ പടച്ചട്ടയും ധരിച്ച് നീ യുദ്ധക്കളത്തിന് പോയാൽ ഉമ്മാക്ക് പോലും സമാധാനമില്ല മോനെ. അസ്മാ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് നോക്കി അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, ഞാൻ ഈ പടച്ചട്ട ധരിച്ചത് മരിക്കാൻ പേടിച്ചിട്ടല്ല, മറിച്ച് എൻ്റെ സഹോദരങ്ങളെ കൊന്നു കളയുമ്പോ ശത്രുക്കൾ വീണ്ടും ചെയ്യുന്നത് എന്താണെന്നറിയോ ഉമ്മ? കൈകാലുകൾ വെട്ടിമാറ്റുന്നുണ്ട്. വെട്ടിമാറ്റിയ കൈയും കാലും പല ഭാഗത്തും കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ, എന്നെ അവർ കൊല്ലും, എന്നെ അവർ വെട്ടിമാറ്റും. കണ്ണു കാണാത്ത എൻ്റെ ഉമ്മാക്ക് മറ്റു പലരും പറഞ്ഞു തരേണ്ടി വരും, അബ്ദുള്ളാന്റെ കാലവിടെ, അബ്ദുള്ളാന്റെ കൈ എവിടെ, അബ്ദുള്ളാന്റെ കാലിന്റെ അടിയിലേക്ക് അവിടെ എന്നും മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോ കണ്ണു കാണാത്ത എൻ്റെ ഉമ്മ ആ ഭാഗത്തേക്ക് നോക്കി കരയാതിരിക്കാൻ, എന്റെ കൈയും കാലും അവർ വെട്ടാതിരിക്കാൻ ഞാൻ ഈ ഇരുമ്പിന്റെ പടച്ചട്ട് ധരിച്ചതാണ് ഉമ്മ. തന്റെ മകന്റെ മുഖത്ത് നോക്കി ആ മാതാവ് തിരിച്ചു പറഞ്ഞ മറുപടി, മോനെ, നിന്റെ ഔറത്ത് കാണുന്നതും നിന്റെ ഔറത്ത് മറ്റൊരാൾ നോക്കി നിൽക്കുന്നതുമാണ് നിനക്ക് പേടിയെങ്കിൽ, നിനക്ക് സങ്കടമുണ്ടാക്കുന്നതെങ്കിൽ നീ ആ പടച്ചട്ട് അയച്ചു വെച്ച് നീളത്തിലുള്ള കുപ്പായം ധരിച്ചു പോ. നിന്റെ കാലവര് വെട്ടിയാലും നിന്റെ തലയവര് വെട്ടിയാലും നിന്റെ നീള വസ്ത്രം കൊണ്ട് നിന്റെ ഔറത്തങ്ങ് മറയും. ഔറത്ത് കാണാത്ത ശരീരത്തെ ഉമ്മ നോക്കിക്കണ്ടോളാം എന്ന് തിരിച്ചു പറയുകയും മകനെ യുദ്ധക്കളത്തിലേക്ക് അയച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചോടി വന്നൊരു സ്വഹാബി പറഞ്ഞു, അസ്മാ, നിനക്ക് അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോഴേക്കും അസ്മാ റളിയല്ലാഹു തആല അൻഹ ആദ്യം അങ്ങ് പൊട്ടിക്കരഞ്ഞു. കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ചോദിക്കും, അസ്മാ കരയുന്നോ?
കരയാനാണോ അള്ളാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ച്? മറ്റൊരു സഹാബി അബൂ മൂസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തടയണ്ട, അത് കരച്ചിലല്ല. ഏത് മാതാപിതാക്കൾക്കും മക്കളെ തൊട്ടുള്ള ഒരു ഓർമ്മയാണത്. അത് കണ്ണീരിലൂടെ പോകട്ടെ.